ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞാനിതിവിടെ സുഖമായിരിക്കുന്നു. ഇന്നൊരു ഗാർഡനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അഗ്ലോണിമ പ്ലാന്റ്സ് എങ്ങനെയാണ് നല്ല തിക്കായിട്ട് നല്ല ബുഷായിട്ട് പുതിയ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിതിൽ കാണിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള അഗ്ലോണിമ പ്ലാന്റ്സിൽ നിന്ന് തന്നെ തൈകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നൊരു വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതേപോലെ തന്നെ അഗ്ലോണിമ പ്ലാന്റ്സിൽ ഇതേപോലുള്ള ചെറിയ പൂക്കൾ ഉണ്ടാകാറുണ്ട് അല്ലേ. അത് മെച്യൂർഡ് ആകുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു ഫ്ലവേഴ്സ് കാണുക. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണം, ചെറുതായിട്ടൊന്ന് നുള്ളി കളയാണ് നല്ലത്. ആ പ്ലാന്റിൻ്റെ ഹെൽത്തിനും അതേപോലെ തന്നെ ലീഫിൻ്റെ ഒക്കെ ഭംഗിക്കൊക്കെ അതാണ് കുറച്ചുകൂടെ ബെറ്റർ. അത് കാരണം നമ്മളിതിങ്ങനെ കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ പുതിയ പുതിയ തൈകൾ വരാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പ്ലാന്റ്സൊക്കെ ഇതേപോലെ തൈകൾ ആ ചെടിയിൽ വെച്ച് തന്നെ ആ ചെടിയിൽ നിന്ന് തന്നെ തൈകൾ വെട്ടിയെടുക്കുമ്പോൾ നമുക്ക് നല്ല തിക്കായിട്ട് വളർന്നു വരും. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഈ പ്ലാന്റൊക്കെ ഇതേപോലെ ഇതിന് മുന്നേ കട്ട് ചെയ്ത് മാറ്റിയതാണ്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ പ്ലാന്റിൽ തന്നെ 2, 3, 4 ഒക്കെ തൈകൾ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന അഗ്ലോണിമ പ്ലാന്റ്സിൽ നിന്നെല്ലാം എന്ത് ചെയ്യണം, നമ്മൾ ഇതേ പ്ലാന്റിൽ നിന്ന് തന്നെ പുതിയ തൈകൾ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ ഒരു കോല് പോലെയാണ് പോയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ പ്ലാന്റും എന്ത് ചെയ്യേണ്ടതുണ്ട്, പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതാ ഈ പ്ലാന്റിൻ്റെ ഈ ഒരു നോഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അവിടെ നിന്ന് ഒരുപാട് തൈകൾ ഉണ്ടായിക്കോളും. ഇനി ഇപ്പോൾ ഞാൻ ഈ പ്ലാന്റ് ഈ ഒരു പോട്ടിൽ തന്നെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. വേറെ പോട്ട് മിക്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നല്ല രീതിക്ക് എന്ത് ചെയ്യണം, ഈ ചെടിയുടെ പോട്ട് മിക്സ് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ പോട്ടിൽ തന്നെയാണ് ആ കട്ടിങ് പീസ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ആ പ്ലാന്റ് നല്ല രീതിക്ക് ബുഷായി വന്നോളും. ഇപ്പോൾ തൽക്കാലമായിട്ട് ഞാൻ വേറെ പോട്ട് മിക്സ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി ഒരാഴ്ച അത്യാവശ്യം സൈഡിൽ തണലുള്ള സൈഡിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം എന്ത് ചെയ്താൽ മതി, നമുക്ക് വേറെ വളങ്ങൾ കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതേപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള മറ്റ് അഗ്ലോണിമാസൊക്കെ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു പോട്ടിൽ തന്നെ അത്യാവശ്യം നല്ല ഒരുപാട് തൈകൾ വന്നിട്ട് നല്ല ബുഷിയായിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഗാർഡനിൽ ഒരുപാട് അഗ്ലോണിമ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. സാധാരണ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് അഗ്ലോണിമ പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ് ആണ്, അതുകൊണ്ട് തന്നെ സൺലൈറ്റ് ഇല്ലാത്ത ഏരിയയിലാണ് വെക്കേണ്ടത് എന്നൊക്കെ. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു കാര്യം തോന്നുന്നില്ല. കാര്യം എൻ്റെ പ്ലാന്റ്സൊക്കെ ഇരിക്കുന്നത് അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം അഗ്ലോണിമ പ്ലാന്റ്സിന് സൺലൈറ്റ് വേണം. അതേപോലെ തന്നെ നല്ല രീതിക്ക് നനച്ച് കൊടുക്കുകയും വേണം. അതിൻ്റെ പോട്ടിംഗ് മിക്സ് ഡ്രൈ ആണെന്ന് കണ്ടാൽ എന്ത് ചെയ്യാം, നല്ല രീതിക്ക് നനച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് തണലുള്ള സൈഡിൽ വെക്കുമ്പോഴേക്കാണ് ചെടി ചീത്തയായി പോകുന്നത്. പിന്നെ അതേപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ അഗ്ലോണിമ പ്ലാന്റ്സ് സ്ലോലി വളരുന്ന കാറ്റഗറിയിലുള്ളതുകൊണ്ട്, അതായത് ഹൈബ്രിഡ് അഗ്ലോണിമ പ്ലാന്റ്സൊക്കെ വളരെ സ്ലോയിലാണ് വളരുക. ഏത് തരം അഗ്ലോണിമ പ്ലാന്റ്സിനും കരിയില കമ്പോസ്റ്റ് നല്ലതാണ്. ഇപ്പോൾ ഞാനിതാ ഈ എല്ലാ അഗ്ലോണിമ പ്ലാന്റ്സും ഇതേപോലെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ കാണുന്ന പോട്ടിൽ ഞാൻ ആദ്യം വേറൊരു ചെടി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നശിച്ചു പോയപ്പോൾ ആ പോട്ടി മിക്സ് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വേറെ ഈ പോട്ടി മിക്സ് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ പോട്ടി മിക്സ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ കാണുന്ന പ്ലാന്റ് ഒന്ന് ഇവിടെ വെച്ച് കട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും പുതിയ പ്ലാന്റ്സ് കിട്ടുകയും ചെയ്യും. ഈ തൈ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 2 പോട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിക്ക് അഗ്ലോണിമ പ്ലാന്റ്സ് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ഞാനിപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്ത എല്ലാ പ്ലാന്റ്സിനും ഇതിന് മുന്നേ, അതായത് കട്ട് ചെയ്ത പ്ലാന്റ്സിനും അല്ലാതെ നമ്മൾ കുറേ മുന്നേ ചെയ്ത പ്ലാന്റ്സിനൊക്കെ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് എല്ലുപൊടിയാണ്. എല്ലുപൊടി ചേർത്തതിന് ശേഷം നല്ല രീതിക്കൊന്ന് നനച്ച് കൊടുക്കുക. ഇനി ഈ കാണുന്ന പ്ലാന്റ്സൊക്കെ ഒരാഴ്ചയ്ക്ക് ഞാൻ തണലുള്ള സൈഡിലോട്ട് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി നല്ല രീതിയിലൊന്ന് നനച്ച് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഗാർഡനിൽ തന്നെ അഗ്ലോണിമ പ്ലാന്റ്സ് നല്ല രീതിക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അഗ്ലോണിമ പ്ലാന്റ്സിന് എപ്പോഴും വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള പോട്ടിംഗ് മിക്സാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് കൂടെ അറിയിക്കുക. ഇനി ഏതായാലും ഈ പ്ലാന്റ്സിൻ്റെ ഒക്കെ ഒരു അപ്ഡേഷൻ, അതായത് പാർട്ട് 2 ആയിട്ട് എന്തെല്ലാം വളങ്ങളാണ് ഇനി ഞാൻ അടുത്തത് കൊടുക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ഇൻഷാ അല്ലാഹ് അടുത്തായിട്ട് ഞാൻ ചെയ്യേണ്ടത്. എന്തായാലും 2 ആഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്തൊരു ഫെർട്ടിലൈസർ കൊടുക്കാനുള്ള ടൈമാകും. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യേണ്ടത്.
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് കൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.